അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല, അതിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അതുപോലെ അത് ഓവർസീസ് ഗ്രേഡ് 1 സിലബസ് പറയുന്നത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ശരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഈ സോഴ്സസ് ഓഫ് വാട്ടർ എന്നുള്ള ടോപ്പിക്ക് നമ്മുടെ എക്സാമിനും ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനും അതുപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സാമിനും ഉള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാംസിനും ഉള്ള ഒരു കോമൺ ടോപ്പിക്കാണ് നമ്മുടെ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ സോഴ്സസ് ഓഫ് വാട്ടറിൽ നമ്മൾ ഈ സിലബസിൽ കാണുന്ന പ്രകാരം ഈ ഒരു എന്താണ് ഇത്രയും സിലബസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അതായത് സോഴ്സസ് ഓഫ് സർഫസ് സോഴ്സ് ഉണ്ട്, ലേക്സ്, സ്ട്രീം, റിവർ, ഇമ്പൗണ്ടഡ് റിസർവോയർ, ഈൽഡ് ഫ്രം സർഫസ് സോഴ്സ്, അണ്ടർഗ്രൗണ്ട് സോഴ്സ്, സ്പ്രിംഗ്, വെൽ, ഇൻഫിൽട്രേഷൻ വെൽ ആൻഡ് ഗാലറീസ്. ഈൽഡ് ഫ്രം വെല്ല്, ഇതിൽ ഈ ഈൽഡ് ഫ്രം വെൽസും ടെസ്റ്റ് ഫോർ ഈൽഡ് ഇത് രണ്ടും നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. കാരണം നമ്മളത് നമ്മുടെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സോ അത് ഞാനിപ്പോൾ പറയത്തില്ല, ബാക്കി ആ സോഴ്സസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ഫിഗർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ടോട്ടൽ എർത്തിലുള്ള വാട്ടർ എടുക്കണം. അപ്പോൾ നമ്മൾ 100 പാർട്സ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 97% സലൈൻ വാട്ടറാണ്. അത് നമ്മുടെ ഓഷ്യൻസിൽ നിന്നുള്ള വാട്ടർ. ഓക്കെ, അപ്പോൾ 97% എന്താണ് സലൈൻ വാട്ടറാണ്. ബാക്കിയുള്ള 3% മാത്രമാണ് നമ്മുടെ ഫ്രഷ് വാട്ടറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടോട്ടൽ എർത്ത് സർഫസിലുള്ള വാട്ടറിൽ 97% എന്താണ് സലൈൻ വാട്ടറാണ്. അതുപോലെ തന്നെ 3% മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രഷ് വാട്ടർ 3% ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 3%ൽ 68.7% നമ്മുടെ ഐസ് കേപ്സ് ആൻഡ് ഗ്ലേസിയേഴ്സ് ആണ്. നമ്മുടെ പോളാർ ഐസ് കേപ്സും ഗ്ലേസിയേഴ്സും ആണ് 68.7% വരുന്നത്. അതുപോലെ തന്നെ 30.1% ആണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഏതിലാണ് പറയുന്നത്? നമ്മുടെ ഫ്രഷ് വാട്ടർ ടോട്ടൽ 3% ഉണ്ടെന്ന് പറഞ്ഞു. ആ 3% ഫ്രഷ് വാട്ടറിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് 68.7% എന്താണ് നമ്മുടെ പോളാർ ഐസ് കേപ്സ് ഒക്കെയാണ്. അതുപോലെ 30.1% ഗ്രൗണ്ട് വാട്ടറാണ്. അതിൽ സർഫസ് വാട്ടർ 0.3% ഉള്ളൂ. ഓക്കെ, നമ്മുടെ സർഫസിലുള്ള വാട്ടർ എത്രയാണ്? 0.3% ആണ്. ബാക്കിയെല്ലാം കൂടി ഒരു 0.9% നമ്മൾ പറയുന്നുണ്ട്. ഇനി ഈ 0.3% സർഫസ് വാട്ടറിൽ നമ്മൾ വീണ്ടും അതിന് സ്പ്ലിറ്റപ്പ് പറയണം. ആ സർഫസ് വാട്ടർ, നമ്മുടെ സർഫസ് വാട്ടർ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടി ഒഴുകി നടക്കുന്ന വാട്ടർ. ഓക്കെ, അപ്പോൾ ആ സർഫസ് വാട്ടറിൽ ഏതാണ്ട് 87% ലേക്സ് ആണ് വരുന്നത്. ലേക്ക്, തടാകം അല്ലെ. അപ്പോൾ 0.3% സർഫസ് വാട്ടറിൽ 87% എന്താണ് ലേക്കാണ്. അതിൽ സ്വാംസ് അതെന്ന് പറഞ്ഞാൽ 11% ആണ്. റിവർ 2% ആണ്. നമ്മൾ വിചാരിക്കും റിവർ ആണ് ഏറ്റവും കൂടുതലെന്ന്, എന്നാൽ അങ്ങനെയല്ല, ലേക്സ് ആണ് ഏറ്റവും കൂടുതൽ. 87% എന്താണ് ലേക്കാണ്. സ്വാമ്പ് എന്ന് പറയുന്നത് 11%, റിവർ 2%. അപ്പോൾ ഈ ഒരു എന്താണ് പെർസെൻറ്റേജ് വാല്യൂസ് നമ്മളിത് കാണാതെ പഠിക്കണം, കാരണം ഇത് ചോദിച്ചിട്ടുള്ളതാണ്. സോഴ്സസ് ഓഫ് വാട്ടർ ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർ എവിടെ നിന്നൊക്കെ കിട്ടും? നമുക്ക് സർഫസ് സോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ സബ് സർഫസ് സോഴ്സും ഉണ്ട്. ഈ സർഫസ് സോഴ്സിന് എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് റിവർ, ലേക്ക്, സീ, ഡാം ഓർ റിസർവോയേഴ്സ്. ഏത് റിസർവോയറിനെ നമുക്ക് എന്ത് സോഴ്സ് എന്ന് വിളിക്കാം. ഇനി അടുത്ത സബ് സർഫസ് സോഴ്സിന് എക്സാമ്പിൾ പറയുന്നത് സ്പ്രിങ്, വെല്ല്, ട്യൂബ് വെല്ല്, ഇൻഫിൽട്രേഷൻ ഗാലറി, ഇൻഫിൽട്രേഷൻ വെല്ല്. ഇതൊക്കെ എന്താണ് സബ് സർഫസ് സോഴ്സിന് എക്സാമ്പിളാണ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൽ ഈ സർഫസും സബ് സർഫസും നോക്കുമ്പോഴത്തേക്കും നമുക്ക് സർഫസ് സോഴ്സിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ബട്ട് നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം നമുക്ക്. ഓക്കെ, നമുക്ക് ഈ സർഫസ് സോഴ്സിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർഫസ് സോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ അത് റിവറാണ്. റിവർ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഫ്രഷ് നമ്മുടെ 0.3% ഫ്രഷ് സർഫസ് വാട്ടറിൽ റിവർ 2% മാത്രമേ ഉള്ളൂ. എന്നാൽ ആ 2% റിവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർഫസ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ലേക്കിന് ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതിന് പിന്നെ സബ് സർഫസ് സോഴ്സസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്നും വിളിക്കും കേട്ടോ. സബ് സർഫസ് സോഴ്സ് എന്ന് എന്താണ് ഭൂമിക്ക് താഴെ കൂടി ഒഴുകുന്ന വെള്ളമാണ്, അതിന് അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി ലേക്കിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ നാച്ചുറൽ ലാർജ് സൈസ്ഡ് ഡിപ്രഷൻ ഫിൽഡ് അപ്പ് വിത്ത് വാട്ടർ ഗുഡ്. ഓക്കെ, നാച്ചുറൽ ലാർജ് സൈസ്ഡ് ഡിപ്രഷൻ, നാച്ചുറലി ഉള്ള ഒരു വലിയ സൈസ്ഡ് ഡിപ്രഷൻ ഒരു കുഴി, അത് മുഴുവനും എന്തുകൊണ്ട് നിറഞ്ഞു? വെള്ളം കൊണ്ട് നിറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേക്ക് എന്ന് വിളിക്കുന്നത്. ഇനി
ലേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല ക്വാളിറ്റി വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് ലേക്കിൽ നിന്ന്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റി അത് കുറവായിരിക്കും. വെൻ കമ്പയർഡ് ടു റിവർ നമുക്ക് ലേക്കിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ നമുക്ക് ഏതൊക്കെ സർഫസ് സോഴ്സ് ഉള്ള സീ ഉണ്ട്, ഡാം അല്ലെങ്കിൽ റിസർവോയർ, ഇതൊന്നും നമുക്ക് അത്ര ആവശ്യമൊന്നും ഉള്ളതല്ല. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഈ സബ് സർഫസ് സോഴ്സസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നോക്കാം. സബ് സർഫസ് സോഴ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സ്പ്രിങ്. എന്താണ് സ്പ്രിങ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീരുറവ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ചില പാറകളുടെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ ഇന്ന് വെള്ളം വെറുതെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ അറ്റ് ദ സർഫസ്. അതായത് ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, അതായത് സപ്പോസ് പറഞ്ഞ എൻ്റെ ഗ്രൗണ്ട് സർഫസ്, ഈ ഗ്രൗണ്ട് സർഫസിൽ എൻ്റെ വാട്ടർ ടേബിള് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങ് മുകളിലേക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വാട്ടർ ടേബിൾ വരാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതെന്ന് പറഞ്ഞത് എന്താണ്, എൻ്റെ ഗ്രൗണ്ട് വാട്ടർ അല്ലേ, അതെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പുറത്തുകൂടിയോ അല്ലെങ്കിൽ കുറച്ച് താഴെ കൂടിയോ ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കും. അതാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് സർഫസ്, സപ്പോസ് ഈ സർഫസ് ഇവിടെ ഈ ഒരു വാല്യൂ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഗ്രൗണ്ട് സർഫസ് പോകുന്നതെന്ന് വയ്ക്കുക. അപ്പോഴും എന്താണ്, എൻ്റെ വാട്ടർ ടേബിൾ എവിടെ നിൽക്കുക, ഇങ്ങനെ ഹയർ ലെവലിൽ നിൽക്കുക അല്ലേ. അപ്പോൾ ഈ വാട്ടർ എന്തെങ്കിലും ഇവിടെ കൂടി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്പ്രിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ അറ്റ് ദ സർഫസ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു നീരുറവാണ്. എന്താ, ഈ പാറയുടെ ഇടയിൽ കൂടി വെള്ളം വരുവാണ് അല്ലേ. ആൻഡ് അത് എവിടെ കൂടിയാണ് വരുന്നത്, അതിന്റെ വാലി സൈഡ് കൂടിയാണ്, അതൊരു ഡിപ്രഷൻ ഉള്ള ഭാഗത്തു കൂടിയാണ് ആ വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് capable ഓഫ് സപ്ലൈയിങ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് therefore നോട്ട് റിഗാർഡ് ആസ് എ സോഴ്സ് ഓഫ് വാട്ടർ. അപ്പൊ ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അതിൽ നിന്ന് കുറച്ച് വെള്ളമാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ വാട്ടർ സപ്ലൈ സ്കീമിൽ നമുക്കത് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി സ്പ്രിങ്സ് തന്നെ വീണ്ടും 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി സ്പ്രിംഗ് ആണ്. അപ്പൊ എൻ്റെ ഈ ഗ്രൗണ്ട് സർഫസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രൗണ്ട് സർഫസിൽ ഇവിടെ നോക്കിയേ, വാട്ടർ ടേബിളിന്റെ ലെവൽ ഇവിടെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ആയിട്ട് എന്തുണ്ട്, ഒരു നാച്ചുറൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ വാലി സൈഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഗ്രൗണ്ട് വാട്ടർ എന്തെയും ഈ ഭാഗത്ത് കൂടി പുറത്തേക്ക് വരും. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ് അവിടെ വരുന്നത്. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി സ്പ്രിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റൈസസ് ഹൈ, അതായത് ഇവിടെ ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്തു, ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. അന്നേരം എന്ത് ചെയ്യും, വാട്ടർ ഓവർഫ്ലോ ത്രൂ ദ സൈഡ്സ് ഓഫ് നാച്ചുറൽ വാലി. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, എവിടെ കൂടിയാണോ വാട്ടറിന്റെ എസ്കേപ്പ് ആവാൻ നേർത്തിയുള്ള ആ വഴികളിൽ കൂടിയെല്ലാം വാട്ടർ സഞ്ചരിക്കും. അപ്പോൾ ഇവിടെ ഒരു വാലി ഉണ്ട്. അപ്പോൾ അവിടെ കൂടി എന്ത് ചെയ്യും, അതിങ്ങനെ ഓവർഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, അവിടെ സ്പ്രിങ് ഫോം ചെയ്യും. ആ സ്പ്രിങ്ങിനെയാണ് നമ്മൾ ഗ്രാവിറ്റി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇനി ദ ഫ്ലോ ഫ്രം സച്ച് സ്പ്രിംഗ് വേരീസ് വിത്ത് ദ റൈസ് ഓർ ഫോൾ ഓഫ് ദ വാട്ടർ ടേബിൾ. അപ്പോൾ ആ വാട്ടർ ടേബിൾ റൈസ് ആവുകയോ ഫോൾ ആവുകയോ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്ലോയിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പം അതാണെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തുണ്ട് സർഫസ് സ്പ്രിംഗ് ആണ്. സർഫസ് സ്പ്രിംഗിന്റെ പ്രത്യേകത നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങൾ, പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു ഇംപെർവിയസ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്ട്രാക്ടർ. ഓക്കെ, സപ്പോർട്ടിങ് ദ അണ്ടർഗ്രൗണ്ട് സ്റ്റോർ. അപ്പൊ ഇതാണ് നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നതാണ്, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്. സോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇംപെർവിയസ് ലെയർ ഉണ്ട്. പക്ഷെ ആ ഇംപെർവിയസ് ലെയർ എങ്ങനെയാണ്, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്താണ്, ഇൻക്ലൈൻഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്താണ്, സപ്പോർട്ടിങ് ദ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ബിക്കംസ് ഇൻക്ലൈൻഡ് കോസിങ് ദ വാട്ടർ ടേബിൾ ടു ഗോ അപ്പ്. അപ്പൊ ഇങ്ങനെ ഈ ഇംപെർവിയസ് ലെയർ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് അവിടെ വാട്ടർ ടേബിൾ എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങിപ്പോവും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, അത് ഗ്രൗണ്ട് സർഫസിലേക്ക് എക്സ്പോസ്ഡ് ആവും. ഈ ടൈപ്പ് ഓഫ് സ്പ്രിങ്ങിനെയാണ് നമ്മൾ സർഫസ് സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞത് വെറുതെ ഒരു ഗ്രൗണ്ട് വാട്ടർ ടേബിള് മുകളിലേക്ക് ഗ്രൗണ്ട് സർഫസിലേക്ക് കുറച്ച് ഹൈറ്റിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ആ നാച്ചുറൽ ഡിപ്രഷൻ അല്ലെങ്കിൽ അതുവഴി എന്ത് ചെയ്യുന്നു, വെള്ളം ഇറങ്ങിപ്പോകുന്നു. അതിനാണ് നമ്മൾ ഗ്രാവിറ്റി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സർഫസ് സ്പ്രിംഗിൽ പറയുന്നത് ആ ഒരു ഇംപെർവിയസ്, നമ്മുടെ നാച്ചുറൽ വാട്ടർ ടേബിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇംപെർവിയസ് ലെയർ എന്ന ഇൻക്ലൈൻഡ് പൊസിഷനാണ്. ഈ ഇൻക്ലിനേഷൻ കാരണം ഈ വാട്ടർ ടേബിൾ കുറച്ച് റൈസ് ആവും. അത് എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെള്ളം എസ്കേപ്പ് ആയിട്ട് പോകും. അതാണ് നമ്മുടെ സർഫസ് സ്പ്രിംഗ് എന്നാണ്. ഇനി ഒന്നുകൂടെ ഉണ്ട് ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ്. ആർട്ടിഫിഷ്യൽ സ്പ്രിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ 2 ഇംപെർവിയസ് ലെയറിന്, ഇവിടെ നോക്കിയേ, ഇതൊരു ഇംപെർവിയസ് ലെയർ ആണ്, ഇതൊരു ഇംപെർവിയസ് ലെയർ ആണ്. അപ്പൊ ഈ 2 ഇംപെർവിയസ് ലെയറിന് ഇടയ്ക്കായിട്ടാണ് നമ്മുടെ പോറസ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. അവിടെയാണ് നമ്മുടെ വാട്ടർ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ വാട്ടർ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ എസ്കേപ്പ് ആവാനായിട്ടൊരു ഇത് കിട്ടുവാണെങ്കിൽ, ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ
അത് അതുവഴി അങ്ങ് എസ്കേപ്പ് ആവും. ഓക്കെ, രണ്ട് ഇംപീരിയസ് ലെയറിന് ഇടയിൽ എന്തുണ്ട്, വാട്ടർ കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ വാട്ടർ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടി പുറത്തേക്ക് ചാടാനായിട്ട് ഒരു അവസരം കിട്ടി എന്ത് ചെയ്യും, അതുവഴി പുറത്തേക്ക് ചാടാം. അതിനാണ് ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞത്. അങ്ങനെ ചാടുമ്പോൾ അവിടുത്തെ പ്രഷർ ഓഫ് ദാറ്റ് വാട്ടർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം എന്താ, അത് ഓൾറെഡി രണ്ട് മുകളിലും താഴെ എന്ത് കൺഫൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ അത് പെട്ടെന്ന് അതിനൊരു എസ്കേപ്പ് ആവാൻ ഒരു റൂട്ട് കിട്ടുമ്പോൾ അതുവഴി എന്ത് ചെയ്യും, നല്ല ഫോഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്ന. അതാണ് ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ when the surface springs storage is under pressure under some confined aquifer, okay, the spring formed is known as artificial spring. ഓക്കെ, അപ്പൊ ഈ സർഫസ് സ്പ്രിംഗ് ശരിക്കും ഈ ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മുടെ സർഫസ് സ്പ്രിംഗ് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് അണ്ടർ പ്രഷർ. കാരണം രണ്ട് കൺഫൈൻഡ് അക്യുഫറിന് ഇടയിലാണ് ഈ സർഫസ് സ്പ്രിംഗ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ് എന്ന് വിളിക്കും. വഴി നമുക്ക് എന്താ യൂണിഫോം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് കിട്ടും. സിൻസ് വാട്ടർ oozes out under pressure, they are able to provide higher yield and may be thought of as the possible source of water supply. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, നല്ല പ്രഷറിൽ തന്നെ പുറത്തോട്ട് വരുന്നത് തന്നെ നമുക്ക് ഹയർ ഈൽഡും ആയിരിക്കും. നമുക്ക് അതുകൊണ്ട് ഇതിനെ നല്ലൊരു സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ സ്പ്രിംഗ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട്. ബട്ട് ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, ഗ്രാവിറ്റി സ്പ്രിംഗ് ആയിരുന്നു. ഗ്രാവിറ്റി സ്പ്രിംഗിൽ വെറുതെ നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് അടുപ്പിച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ അതിന് എന്താണ്, ഒരു നാച്ചുറൽ സ്ലോപ്പ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോവും. അതാണ് ഗ്രാവിറ്റി സ്പ്രിംഗിൽ പറഞ്ഞത്. പിന്നെ പറഞ്ഞ സർഫസ് സ്പ്രിംഗ് ആണ്. അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇംപെർവിയസ് ലെയർ ഇൻക്ലൈൻഡ് പൊസിഷനിൽ ഇരിക്കുന്നത് വഴി ആ വാട്ടർ എന്ത് ചെയ്യും, നമ്മുടെ സർഫസിലേക്ക് വാട്ടർ ടേബിളിന്റെ ഹൈറ്റ് കൂടി അത് പിന്നെ ഒഴുകി പോകുന്നതാണ് സർഫസ് സ്പ്രിംഗ്. ആർട്ടിഫിഷ്യൽ സ്പ്രിംഗും നമ്മൾ പറഞ്ഞു സർഫസ് സ്പ്രിംഗ് തന്നെയാണ്. പക്ഷെ ആ സ്പ്രിംഗ് എങ്ങനെയാണ്, കൺഫൈൻഡ് അണ്ടർ പ്രഷറാണ്. അതായത് രണ്ട് കൺഫൈൻഡ് ഇംപെർവിയസ് ലെയറിന് ഇടയ്ക്ക് കൺഫൈൻ ചെയ്തിരിക്കുന്ന അക്യുഫറിൽ നിന്നുമാണ് ആ സ്പ്രിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഒരു സർഫസ് സോഴ്സ് എന്ന് പറയുന്നത് സബ് സർഫസ് സോഴ്സ് എന്ന് പറയുന്നത് വെല്ലാണ്. ഓക്കെ, അപ്പൊ ഈ വെല്ല് ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് വാല്യൂസ് ഒക്കെ കാണും. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അത് പഠിക്കേണ്ട ആരും പോകരുത്. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വെല്ലിന്റെ ഡയമീറ്റർ പഠിക്കുക. 2 to 9 മീറ്റർ ആണ് വെല്ലിന്റെ ഡയമീറ്റർ ഓഫ് വെല്ല് എത്രയാണ്, ഇറ്റ് ഈസ് 2 to 9 മീറ്റർ ആണ്. ഇനി ഇതിന്റെ ഈൽഡ് റേറ്റ് അതുകൊണ്ട് 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പൊ 2 to 9 മീറ്റർ ഡയമീറ്ററും 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് അതിന്റെ ഈൽഡ് റേറ്റ് വരുന്നത്. ഇനി ആവറേജ് ഡെപ്ത് 17 മീറ്റർ. അപ്പൊ ഈ 17 മീറ്റർ പഠിച്ചോ, കാരണം വെല്ല് കഴിഞ്ഞ് നമുക്ക് ഇനി ഇൻഫിൽട്രേഷൻ വെല്ല് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഡയമീറ്റർ 2 to 9 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് അതിന്റെ ഈൽഡ് റേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് ഡെപ്ത് എത്രയാണ്, 17 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ വെല്ലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഷാലോ വെല്ലുണ്ട്, ട്യൂബ് വെല്ലുണ്ട്. ഷാലോ വെല്ലുണ്ട്, ഡീപ്പ് വെല്ലുണ്ട്. നമ്മൾ സാധാരണ ഷാലോ ഡീപ്പും പറഞ്ഞ എങ്ങനെയാണ്, ഡെപ്തിന്റെ ബേസിലാണ്. പക്ഷെ വെല്ലിന്റെ കേസിൽ വെല്ലിന് നമ്മൾ ഷാലോ വെല്ലും ഡീപ്പ് വെല്ലും നമ്മൾ പറയുന്നത് ഡെപ്തിന്റെ ബേസിലല്ല, പകരം അവിടത്തെ എന്താണ് ഇംപെർവിയസ് ലെയറിന്റെ ബേസിലാണ്. അതായത് നമ്മുടെ ഷാലോ വെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെല്ല് നമ്മൾ ഇങ്ങനെ എന്താണ് ഗ്രൗണ്ട് സർഫസിൽ നിന്നും വെല്ല് ഇങ്ങനെ കുഴിച്ച് താഴോട്ട് പോകുന്നു. അപ്പം വിത്തൗട്ട് പെനട്രേറ്റിംഗ് എനി ഇംപെർവിയസ് ലെയർ, ഇവിടെയാണ് ഇംപെർവിയസ് ലെയർ വരുന്നത് അല്ലെ. അപ്പൊ ഈ ഇംപെർവിയസ് ലെയറിനെ പെനട്രേറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ വെല്ലിൽ എന്ത് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഷാലോ വെൽ എന്ന് വിളിക്കും. എന്നാൽ ഡീപ്പ് വെൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇംപെർവിയസ് ലെയറിനെ പെനട്രേറ്റ് ചെയ്ത് പോയാലേ എന്ത് കിട്ടത്തുള്ളൂ, വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ 1 or more ഇംപെർവിയസ് ലെയറിനെ പെനട്രേറ്റ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീപ്പ് വെൽ എന്ന് വിളിക്കും. ഇനി ഷാലോ വെല്ലിന്റെ ഡെപ്ത് എപ്പോഴും കുറവായിരിക്കും എന്ന് നിങ്ങൾക്കൊരു വിചാരം ഉണ്ടെങ്കിൽ ഇല്ല. നമ്മുടെ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കാം. അതായത് ഈ ഒരു ഗ്രൗണ്ട് സർഫസ് ഇതാ ഇങ്ങനെയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇംപെർവിയസ് ലെയർ ആണ്. ഇത് വീണ്ടും എൻ്റെ പോറസ് ലെയർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ സപ്പോസ് ദാ ഇവിടെ ആയിട്ട് ഒരു വെല്ല് പണിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാണ് എൻ്റെ വെല്ല്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഇത്രയും ഡെപ്ത് വന്നല്ലേ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അതിന്റെ പുറത്തിട്ട് വരച്ചോണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും ഡെപ്ത് ആണ് ഈ ഒരു ഷാലോ വെല്ലിന്റെ ഡെപ്ത്. എന്നാൽ ഇവിടെ ഡീപ്പ് വെല്ലിന്റെ ഡെപ്ത് എത്രയാണ്, ഇത്രയാ വന്നത്. എന്തായാലും അതിനേക്കാളും കുറെ കൂടി ഡെപ്ത് താഴോട്ടല്ലേ നമ്മുടെ ഷാലോ വെല്ല് ഇരിക്കുന്നത് ആണ്. അപ്പൊ നമ്മുടെ ഈ ഡീപ്പ് വെല്ലിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഷാലോ വെല്ലിന്റെ ഡെപ്ത് കൂടുകയോ കുറയുകയോ ചെയ്യാം, ഡിപ്പെൻസ്. അപ്പൊ ഷാലോ വെല്ലിനെ വെച്ച് ഷാലോ വെല്ലിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെല്ലിനേക്കാളും കുറയാം, കൂടാം, ചിലപ്പോൾ ഈക്വൽ ആവത്തില്ല കേട്ടോ,
കുറയാം അല്ലെങ്കിൽ കൂടാം. ഓക്കെ, ഇനി പക്ഷേ ഡിസ്ചാർജ് ചെയ്തിലായിരിക്കും കൂടുതൽ എന്ന് വെച്ചാൽ ഡീപ്പ് വെല്ലിലാണ് ഡിസ്ചാർജ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാലോ വെല്ലും ഡീപ്പ് വെല്ലും ആണ് നമ്മൾ പറഞ്ഞത്. ഷാലോ വെല്ലം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് പെനട്രേറ്റിംഗ് എനി ഇംപെർവിയസ് ലെയർ നമുക്ക് എന്ത് ചെയ്യും, വെള്ളം കിട്ടും. ഇനി ഒന്നോ അതിലധികമോ ഇംപെർവിയസ് ലെയർ പെനട്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നതെങ്കിൽ അത് ഡീപ്പ് വെല്ലാണ്. ഇനി നമ്മുടെ ഷാലോ വെല്ലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് വെല്ലിനേക്കാളും കുറവോ കൂടുതലോ ആയിരിക്കും, ഡിപ്പെൻഡ് ആകും അവിടുത്തെ ആ ഒരു ഇംപെർവിയസ് ലെയറിന്റെ ആ ഒരു എന്താണ് സ്ട്രക്ചർ പോലെയൊക്കെ ഇരിക്കും. ഇനി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏതിലാണ് കൂടുതൽ, നമ്മുടെ ഡീപ്പ് വെല്ലിലാണ് കൂടുതൽ. ഓക്കെ അല്ലേ? അപ്പോൾ വെല്ലിന്റെ ഡയമീറ്റർ പഠിക്കുക, ഈൽഡ് പഠിക്കുക, ആവറേജ് ഡെപ്ത് പഠിക്കുക. എത്രയാണ്? 2 to 9 മീറ്റർ ഡയമീറ്റർ, 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ഈൽഡ് റേറ്റ്, ആവറേജ് ഡെപ്ത് 17 മീറ്റർ. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ട്യൂബ് വെല്ലിൽ വരുമ്പോൾ ഡയമീറ്റർ 50 to 45 സെന്റിമീറ്റർ ആണ്. നേരത്തെ എത്രയായിരുന്നു പറഞ്ഞത്? 2 to 9 മീറ്റർ ആയിരുന്നു ഡയമീറ്റർ പറഞ്ഞത് അല്ലേ? അപ്പൊ ട്യൂബ് വെല്ല് വരുമ്പോഴത്തേക്കും ഡയമീറ്റർ എന്ന് പറയുന്നത് 15 to 45 സെന്റിമീറ്റർ. അപ്പൊ ആ 45 ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, 15 to 45 സെന്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് നമ്മൾ അവിടുത്തെ ഈൽഡ് എന്ന് പറഞ്ഞത്. ഇനി ആവറേജ് ഡെപ്ത്, നമ്മൾ നേരത്തെ വെല്ലിന്റെ ആവറേജ് ഡെപ്ത് എത്ര പറഞ്ഞാൽ 17 മീറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 70 മീറ്റർ ആണ്. നിങ്ങൾ ഇതേപോലുള്ള വാല്യൂസ് ഒക്കെ ഒരിക്കലും കാണാതെ പഠിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ എന്താണ് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ഓർമ്മ വരും. അപ്പൊ നമ്മുടെ സാധാ വെല്ലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ആവറേജ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 17 മീറ്റർ ആണ്, 17. ബട്ട് ഇവിടെ ട്യൂബ് വെല്ലിന്റെ ഡെപ്ത് വരുന്നത് 70 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ ട്യൂബ് വെല്ലിൽ നമ്മൾ ഷാലോ ട്യൂബ് വെല്ലും പറയും, ഡീപ്പ് ട്യൂബ് വെല്ലും പറയും, ബേസ്ഡ് ഓൺ ദെയർ ഡെപ്ത്. അതായത് 70 മീറ്ററിൽ കുറവാണ് ഡെപ്ത് എന്നുണ്ടെങ്കിൽ അത് ഷാലോ ട്യൂബ് വെല്ലും, ഗ്രേറ്റർ ദാൻ 70 മീറ്റർ ആണെങ്കിൽ ഡീപ്പ് ട്യൂബ് വെല്ലും എന്നാണ് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് വാട്ടർ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന്റെ ബേസിൽ നമുക്ക് ട്യൂബ് വെല്ലിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. സ്ട്രെയിനർ ടൈപ്പും ഉണ്ട്, ക്യാവിറ്റി ടൈപ്പും ഉണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സ്ട്രെയിനർ ടൈപ്പാണ്. സ്ട്രെയിനർ ടൈപ്പ് എന്ന് നമ്മൾ ഈ ട്യൂബ് വെല്ല് ഇങ്ങനെ താഴോട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ആയിട്ട് കുറെ 2 സ്ട്രെയിനർ കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്ട്രെയിനർ നമ്മൾ ഒരു പോറസ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു വയർ മെഷ് പോലെയൊക്കെ അതിനകത്ത് ഈ ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം അതുവഴി ശരിക്കും അതെന്താണ്, ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം എന്ത് ചെയ്യും, അരിച്ചാണ് അകത്ത് ഈ വെല്ലിനകത്തേക്ക്, ട്യൂബ് വെല്ലിനകത്തേക്ക് കയറുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് വിടുന്നത്. അതാണ് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേറെ 2 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമൺലി യൂസ് ചെയ്യുന്ന ട്യൂബ് വെല്ല് ഏതെന്ന് ചോദിച്ചാൽ അത് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെല്ലാണ്. അതുപോലെ തന്നെ അത് ഫൈൻ സാൻഡി സ്ട്രൈറ്റേക്ക് സ്യൂട്ടബിൾ അല്ല. അത് പഠിക്കണേ, ഫൈൻ സാൻഡി സ്ട്രൈറ്റേക്ക് സ്യൂട്ടബിൾ അല്ല. ഏതാ? സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെല്ല്. ഇന്ത്യയിൽ കോമൺലി യൂസ് ചെയ്യുന്നത് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെല്ല. നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെല്ല് എന്താണെന്നാണ്. അപ്പൊ അതിൽ ജസ്റ്റ് വേറെ ഒന്നും നിങ്ങൾ അറിയേണ്ട. അതെ, ഇതാണ് നമ്മുടെ ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ അതിന് താഴെയായിട്ട് നമ്മളൊരു ക്യാവിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വെള്ളം വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഈ ക്യാവിറ്റിയിലാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വേറെ പഠിക്കാനില്ല. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെല്ല് ഈസ് സ്യൂട്ടബിൾ ഫോർ. അപ്പൊ താഴെ പറഞ്ഞതിൽ ഏതിലാണ് ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെല്ല് നല്ലതെന്നാണ്? സ്ട്രോങ് ക്ലേ സ്ട്രാറ്റത്തിലാണ്. ഏതാണ്? സ്ട്രോങ് ക്ലേ സ്ട്രാറ്റ. അതിലാണ് ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെല്ല് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. സ്ട്രോങ് ക്ലേ സ്ട്രാറ്റ ആണ്. ഓക്കെ, അടുത്ത വരുന്ന ഒരു സബ്സർഫസ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ വെല്ലാണ്. ഓക്കെ, അപ്പൊ ഇൻഫിൽട്രേഷൻ വെല്ലെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു വെർട്ടിക്കൽ വെല്ല് തന്നെയാണ്. അതിൽ കുറച്ച് പോർസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് ചുറ്റും നമ്മളിങ്ങനെ ഗ്രാവലൊക്കെ ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ എന്തുവാ, നമ്മളെ വെള്ളം ഇതുവഴി ഇങ്ങനെ ഊർന്ന് കയറുമ്പോഴത്തേക്കും അത് ശരിക്കും അവിടെ ഒരു ഫിൽട്രേഷൻ സംഭവിച്ചിട്ടായിരിക്കും ഈ വെല്ലിലേക്ക് കയറുന്നത്. ഇനി ഇത് നമ്മൾ ഇൻഫിൽട്രേഷൻ വെല്ല് എന്ന് പറഞ്ഞാൽ ഷാലോ വെൽസ് ആണ്. അത് നമ്മൾ നമ്മുടെ ഒരു റിവർ, എന്താ സപ്പോസ് ഇതാണ് നമ്മുടെ റിവർ എന്ന് വയ്ക്കുക. അപ്പോൾ ഈ റിവറിന്റെ ബാങ്കിന് എലോങ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു സീരീസ് ഓഫ് വെൽസ് നമ്മൾ കണക്ട് ചെയ്യും. അതാണ് നമ്മുടെ ഇൻഫിൽട്രേഷൻ വെൽ എന്നത്. കണക്ട് ചെയ്യുന്നതിൽ ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, ഷാലോ വെൽസ് കൺസ്ട്രക്റ്റഡ് ഇൻ സീരീസ് അലോങ് ദ ബാങ്ക് ഓഫ് റിവർ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഫിൽട്രേഷൻ വെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എവിടെയാണ്, ബ്രിക്ക് മേസൺറി കൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ഓപ്പൺ ജോയിന്റ്സ്. അതുവഴിയാണ് നമ്മൾ വെള്ളം അകത്തേക്ക് കയറുന്നത്. ഓക്കെ, ഈ ഇൻഫിൽട്രേഷൻ വെൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോറി. ഓക്കെ, അതായത് ഈ ഇൻഫിൽട്രേഷൻ വെല്ല് ഇതാ ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ ഓരോ ഇൻഫിൽട്രേഷൻ വെല്ല് വെച്ചിട്ടൊന്ന് വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇൻഫിൽട്രേഷൻ വെല്ലാണ്. ഈ ഇൻഫിൽട്രേഷൻ വെല്ലിൽ നിന്നുള്ള എല്ലാ വെള്ളവും നമ്മളൊരു കോമൺ വെല്ലിലേക്ക് ഞാൻ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ കോമൺ വെല്ലിനെ വിളിക്കുന്ന പേരാണ് ജാക്ക് വെല്ല് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ജാക്ക് വെല്ല്. ഈ ജാക്ക് വെല്ലിൽ കളക്ട് ചെയ്തിട്ടാണ് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് പമ്പ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇൻഫിൽട്രേഷൻ വെല്ലില്ല, വാട്ടർ ഫ്രം ഇൻഫിൽട്രേഷൻ വെല്ലിനെ എല്ലാം എന്ത് ചെയ്യും, നമ്മൾ ഒരു കോമൺ വെല്ലിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നോടെ നമ്മളത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വരുന്ന ഇൻഫിൽട്രേഷൻ ഗാലറി. നമ്മുടെ ഇൻഫിൽട്രേഷൻ വെല്ല് എങ്ങനെയായിരുന്നു, ഒരു വെർട്ടിക്കൽ വെല്ലായിരുന്നു അല്ലെ, വെർട്ടിക്കൽ ഷാലോ വെല്ലായിരുന്നു. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറഞ്ഞാൽ അതൊരു ഹൊറിസോണ്ടൽ വെല്ലാണ്. അതായത് നമ്മുടെ ഇൻഫിൽട്രേഷൻ വെല്ലിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ വെക്കുവാണ്.
അങ്ങനെ അതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഹൊറിസോണ്ടൽ വെല്ലും നേരത്തെ ഇൻഫിൽട്രേഷൻ ഗാലറി പറഞ്ഞ പോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ടണലാണ്, അതിലൊരു പെർമിബിൾ അക്യുഫറിലാണ് നമ്മളിതിങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ പുറത്ത് ഇങ്ങനെ പോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വന്ന് ഈ പോഴ്സ് കൂടി അകത്ത് കയറും, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, പമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പെർമിബിൾ ബൗണ്ടറീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടത്, നേരത്തെ നമ്മൾ ഇൻഫിൽട്രേഷൻ ഗാലറി ഇൻഫിൽട്രേഷൻ വെല്ലും പഠിച്ചല്ലേ. അപ്പം നമുക്ക് ഇതിന്റെ ഈൽഡ് എങ്ങനെ കൂട്ടാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻഫിൽട്രേഷൻ വെല്ലാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു റിവറിന്റെ ബാങ്കിന് അലോങ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇൻഫിൽട്രേഷൻ വെല്ല് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഈൽഡ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ ഇൻഫിൽട്രേഷൻ വെല്ലിന്റെ നമ്പേഴ്സ് കൂട്ടിയാൽ പോരെ. നമ്മുടെ ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറയുന്നത് നമ്മുടെ റിവർ ബാങ്കിന് അലോങ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സീരീസ് ഓഫ് വെൽസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ എനിക്ക് എന്താണ് ഈൽഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിന്റെ നമ്പർ കൂട്ടി കൊടുക്കുക. എന്നാൽ ഈ ഇൻഫിൽട്രേഷൻ ഗാലറിയുടെ ഈൽഡാണ് എനിക്ക് കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ ഈ ലെങ്ത് ആണ് കൂട്ടി കൊടുക്കാൻ. എന്ത് കൂട്ടി കൊടുക്കണം, ലെങ്ത്. ഓക്കെ, ഈ ലെങ്ത് ഞാൻ എത്രത്തോളം കൂട്ടുന്നു അതിനനുസരിച്ച് എനിക്ക് അവിടെ ഈൽഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈൽഡ് ഓഫ് ആൻ ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വെൽസ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇനി ഈൽഡ് ഓഫ് ഇൻഫിൽട്രേഷൻ ഗാലറി ആണെങ്കിലോ നമുക്ക് അതിന്റെ ലെങ്ത് കൂട്ടിയാലും നമുക്ക് ഇൻഫിൽട്രേഷൻ ഗാലറിയുടെ ഈൽഡ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി ഡ്രോ ഡൗൺ ഓഫ് ഇൻഫിൽട്രേഷൻ ഗാലറീസ് മോർ ദാൻ ദാറ്റ് ഫോർ റേഡിയൽ വെൽ. അത് ഒരു SSC എക്സാമിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ എഴുതുന്നേ ഉള്ളൂ. റേഡിയൽ വെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെയിൻ ഒരു വെൽ ബോർ കാണും, അവിടെ നിന്നും റേഡിയലി കുറെ ലാറ്ററൽസ് വിടും. ഓക്കെ, അതിനാണ് നമ്മൾ റേഡിയൽ വെൽ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇപ്പോൾ വേണ്ട എന്തായാലും. അപ്പൊ ആ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ ഗാലറിയിൽ മോർ ആണ് വെൻ കമ്പയർ ടു റേഡിയൽ വെല്ല്. പക്ഷേ ക്ലോഗിങ് ഓഫ് പൈപ്പ് പോഴ്സ്, നമ്മളിതിൽ പോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ക്ലോഗിങ് എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ ഗാലറിയിൽ വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു റേഡിയൽ വെല്ല്. ഓക്കെ, ഇനി ഇതിന്റെ രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫിൽട്രേഷൻ ഗാലറീസ് ആർ യൂസ്ഡ് ടു ട്രാപ്പ് ഗ്രൗണ്ട് വാട്ടർ ഇൻ. അപ്പൊ ഇൻഫിൽട്രേഷൻ ഗാലറീസ് നമ്മൾ എന്താണ് വാട്ടർ ട്രാപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്, സാൻഡി റിവർ ബെഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ എ വെൽ ദ വാട്ടർ ലെവൽ ഈസ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ബട്ട് ഈസ് എബോവ് ദ ലോക്കൽ വാട്ടർ ടേബിൾ, ഇറ്റ് ഈസ് നോൺ ആസ്. ഓക്കെ, വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ലെവലിന് താഴെയാണ്, പക്ഷേ ഇറ്റ് ഈസ് എബോവ് ലോക്കൽ വാട്ടർ ടേബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു സബ് സർഫസ് സോഴ്സ് ആണ്. ആൻഡ് സബ് സർഫസിൽ ഏതാണ് വരുന്നത്, ആർട്ടീഷ്യൻ വെല്ലാണ് വരുന്നത് ആൻസർ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു പോർഷനൊക്കെ പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പോർഷൻ പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ സിവിലിയൻസിന്റെ MCQ ബുക്കുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്താ ടെക്സ്റ്റ് ബുക്കിന്റെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കളക്ട് ചെയ്തൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ഇപ്പോൾ മറ്റ് സ്റ്റേറ്റ് എക്സാംസിനാണെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും നമുക്ക് വീണ്ടും കേരള PSCക്ക് എടുത്തിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരമാവധി കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.